എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു റെസിപ്പിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പഴം കൊണ്ടുള്ള ഒരു കുമ്പിളപ്പമാണ്. ഏത്തപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പം തയ്യാറാക്കാം. നമ്മൾ ഇതിന് മുൻപ് ചക്ക കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളിവിടെ നന്നായിട്ട് പഴുത്ത 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഏത്തപ്പഴം നമുക്ക് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലിക്കുട്ടകത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇത് ആവി കയറുന്ന സമയം കൊണ്ട് നമുക്ക് വയനയിലൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. പല പേരിലാണ് കുമ്പിളപ്പം അറിയപ്പെടുന്നത്. നമ്മുടെ സൈഡിലൊക്കെ കുമ്പിളപ്പം, വയനയപ്പം അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ എന്ത് പേരാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതുപോലെ വലിയ വയനയില എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ശർക്കര വേണം. അപ്പോൾ എടുത്തിരിക്കുന്ന ഏത്തപ്പഴം നല്ല മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ ശർക്കര അതനുസരിച്ചിട്ട് എടുത്താൽ മതി. നമ്മളിവിടെ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കണം. അതിനുശേഷം അരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം അരിച്ചിട്ടേ എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമ്മൾ നേരത്തെ ആവി കയറ്റാനായിട്ട് വെച്ച ഏത്തപ്പഴവും വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ആവി കയറ്റിയാൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ നമ്മളിപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഇനി നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ഈ കുമ്പിളപ്പം തയ്യാറാക്കി എടുക്കുന്നത്. നമ്മളിവിടെ 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാവുന്നതാണ്. വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. അതോടൊപ്പം തന്നെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് തേങ്ങാ തിരികിയത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പാനിയൊക്കെ വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഗോതമ്പ് പൊടി നിങ്ങളെടുക്കുന്ന ഏത്തപ്പഴത്തിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കാം. അപ്പം ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗോതമ്പ് പൊടി ഇട്ടും കുഴയ്ക്കാവുന്നതാണ്. അപ്പോൾ തവി വെച്ചിട്ട് ആദ്യം കുഴയ്ക്കുക. കാരണം നമ്മൾ ചൂടോട് കൂടിയിട്ടുള്ള ശർക്കര പാനിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കൈവച്ചിട്ട് ഒന്നുകൂടെ നല്ലതായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഏത്തപ്പഴത്തിന് നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവിന് നല്ല മധുരമായിരിക്കും. അപ്പോൾ കുറേശ്ശെ വെള്ളം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കുമ്പിളാക്കുന്നത് നോക്കാം. നമ്മളിതുപോലെ കുമ്പിൾ ആക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മാവ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ തണ്ട് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ പാടാണെന്നുണ്ടെങ്കിൽ ചുരുട്ടിയും എടുക്കാവുന്നതാണ്. പല രീതിയിലും ഇത് ഫോൾഡ് ചെയ്യാം. എന്തായാലും മാവ് ഇതിൻ്റെ ഉള്ളിൽ വരണം. അതിനുശേഷം ഇതൊന്ന് കവറായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം. ഇതേ സമയം നമ്മളവിടെ ഇഡ്ഡലിക്കുട്ടത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുമ്പിളെല്ലാം വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പിളപ്പം ആവിയൊക്കെ കയറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നമ്മളിതിന് മുൻപ് ചക്ക വരട്ടിയത് വെച്ചിട്ട് ഒരു കുമ്പിളപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം ഈ ഇല നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്